ദിവസം ഉണ്ടായി ബിഗ് ബോസ് അടിപൊളിയല്ലേ? ഇവിടെ അനീഷ് ഇറങ്ങിയില്ലേ? ഹായ് 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 ഹായ്, എന്താണ് കാണാം? Thank you. മഞ്ചേരിയുടെ മലപ്പുറത്തിന് അഭിമാനമാണ്. കാത്തിരിക്കുന്നു ഞങ്ങൾ. കൊച്ചിനെ എന്താ പറയാ, എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. ഞാൻ ഇറങ്ങിയതിന് ശേഷം 100 ദിവസത്തിന് ശേഷമാണ് ഫോൺ കയ്യിൽ കിട്ടുന്നത്. ഫോൺ കയ്യിൽ കിട്ടിയപ്പോഴാണ് നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ എന്താ പറയുക സന്തോഷമൊക്കെ ഞാൻ കാണാനിടയായത്. അത് കണ്ടപ്പോൾ അതിയായ സന്തോഷത്തിൽ ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. ഒരിക്കലും പക്ഷെ എനിക്കറിയാം എന്നെ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരെ, പക്ഷെ ഇത്രത്തോളം ഞാൻ പ്രതീക്ഷിച്ചില്ല. ഒരുപാട് ലേഡീസ് ഒരുപാട് ആൾക്കാർ മൊമെന്റ് എടുക്കാൻ പറ്റും. ഒന്ന് മാറി പ്ലീസ്
ബിഗ് ബോസ് മെറ്റീരിയൽ ഇവളാ തോന്നുന്നത്. പിന്നെ ഒരുപാട് ആൾക്കാർ മൊമെന്റ് കൊടുക്കാൻ കാത്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. കോസ്റ്റ്യൂം ഡിസൈനറാണ് ഇവരെ താങ്ക് യു. അങ്ങോട്ടേക്ക് കേക്ക് മുറിക്കാം ചെയ്യാം. കുട്ടി താങ്ക് യു. എന്താ പറയുക സന്തോഷത്തിന് മറുപടി എനിക്ക് പറയാൻ കിട്ടുന്നില്ല, വാക്കുകൾ കിട്ടുന്നില്ല. ഓ ഷുവർ, എനിക്കറിയാം. ലവ് യു. ഇപ്പോഴാണ് നേരിട്ട് കാണുന്നത്. സന്തോഷം. ഹായ് മിത്രം. ഒരുപാട് ലേഡീസ് ഈ നേരത്തെ നിങ്ങളെല്ലാവരും വന്നല്ലോ, വളരെയധികം സന്തോഷം. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടുകൊണ്ടൊക്കെ ഇവിടെ വരെ എത്തി. ഹായ് ഒഴിഞ്ഞ് ആ കോടന്നൂരുള്ള വളവിലെ മഞ്ഞ പെയിന്റ് അടിച്ച വീട്ടിലോട്ട് ഞാനൊരു അവൻ എന്നോട് സ്വകാര്യമായിട്ട് പറയാൻ എന്റെ വീടിന്റെ ചില ഭാഗങ്ങളിൽ മഞ്ഞ പെയിന്റ് ആണ്. നിങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഞാനെങ്ങനെ ഹാപ്പി അല്ലാതെ സപ്പോർട്ട് ചെയ്തവരോട് എന്താ പറയാനുള്ളത്? ഒരുപാട് നന്ദി, സന്തോഷവും സ്നേഹവും മാത്രം. നിങ്ങളാണ് എന്നെ പണ്ടും ഞാനാക്കിയത് നിങ്ങളൊക്കെ തന്നെയാണ്. ഇനിയും നിങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് ഞാനായിട്ട് അല്ലെങ്കിൽ ഇനി പൂർണ്ണ ആക്റ്റീവായിട്ട് ഷാനവാസിനെ കാണാൻ പറ്റുമല്ലേ? 100% ഉണ്ടായാൽ ഞാൻ എപ്പോഴും നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും. അതൊരു സംശയവും. എന്തായാലും സന്തോഷം കേട്ടോ. ഈ നേരത്തെ നിങ്ങൾ എല്ലാവരും വന്നല്ലോ. ചെറിയ കുട്ടീനെ പ്ലീസ് ആരെങ്കിലും നമ്മളെപ്പോഴും മത്സരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഒന്നാം സ്ഥാനം. അനുമോളുടെ വിജയത്തെ എങ്ങനെ കാണണം? അനുമോള് ഡിസേർവിംഗ് ആണ്. അർഹതപ്പെട്ടവർക്ക് എന്തായാലും വന്നു ചേരും. PR എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരു പരിധി വരെ എല്ലാവരും യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ചിലർ യൂസ് ചെയ്യും, ചിലർ യൂസ് ചെയ്യില്ല. യൂസ് ചെയ്യുന്നത് വലിയ തെറ്റാണെന്നൊന്നും എനിക്ക് ഇതിന് ശേഷം, ഇതൊന്നും അറിയാത്ത എനിക്ക് ഇതിന് ശേഷം ഞാൻ മനസ്സിലാക്കിയത്, വലിയ വലിയ രാജ്യത്തെ വലിയ വലിയ തെരഞ്ഞെടുപ്പുകളിൽ പോലും അമേരിക്കയിൽ നിന്ന് വരെയുള്ള PR-കളെ യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അന്ന് ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടിക്കാർക്കൊന്നും സ്വന്തമായിട്ട് വോട്ട് പിടിക്കാൻ കഴിവില്ലാഞ്ഞിട്ടാണോ? അല്ല, അതല്ല. അപ്പോ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും കോടാനുകോടികൾ കൊടുത്തിട്ട് PR വർക്കുകൾ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ ന്യൂസിലൂടെ ഒക്കെ കേട്ടിട്ടുള്ളത്. അമേരിക്കൻ കമ്പനികളും അങ്ങനെയൊക്കെയുള്ള കുറേ ഇതൊക്കെ സത്യമാണോ മിഥ്യയാണോ എന്നുള്ളത് എനിക്കറിയില്ല. എങ്കിലും എന്തായാലും അത്തരം
രാഷ്ട്രീയ മേഖലയിൽ പോലും ഈ PR വർക്കുകൾ ഈ ഇന്നത്തെ കാലത്ത് നടക്കുന്നുണ്ട്. ബിഗ് ബോസ് പോലത്തെ ഒരു വലിയൊരു മറ്റേ റിയാലിറ്റി ഷോയിൽ ഇതൊക്കെ യൂസ് ചെയ്യുന്നത് വലിയ തെറ്റാണെന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നില്ല. ഇതിനെ കുറിച്ച് പഠിച്ചതിന് ശേഷം പിന്നീട് പറയാം. അല്ല ഇപ്പോഴും പറയല്ല, പിന്നീട് പറയല്ല, ഇപ്പൊ എനിക്ക് തോന്നുന്നില്ല. എന്നെ ഇഷ്ടപ്പെടുന്നവരുടെ സ്റ്റേറ്റ്മെന്റ് ആണ്, എന്റെ സ്റ്റേറ്റ്മെന്റ് അല്ല. PR നടക്കുന്നുണ്ട്. ഞാനൊരു 15 വർഷത്തെ ഈ ടെലിവിഷൻ ഇൻഡസ്ട്രിയിൽ ഈ മറ്റേ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടുന്ന വലിയ സപ്പോർട്ടുണ്ട്. ആ സപ്പോർട്ട് എനിക്ക് ഈ ഒരു നമ്മള് എല്ലാം ഗെയിമല്ലേ, പിന്നെ നമുക്ക് ഒരുപാട് ഷെയർ ചെയ്യാണ്ട്. നിങ്ങളൊക്കെ ഓരോരുത്തരായിട്ട് നമുക്ക് ഓരോരുത്തരായിട്ട് വിശദമായിട്ട് പറയാം. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട്. എല്ലാം ഈ എയർപോർട്ടിൽ വെച്ചിട്ട് നമുക്ക് ഇന്റർവ്യൂ കൊടുക്കാൻ പറ്റില്ലല്ലോ. കുറെ നേരമായി കരുതി നോക്കി താങ്ക് യു. കാണാൻ പറ്റില്ല, വളരെ സന്തോഷം. വിശദമായിട്ട് സംസാരിക്കാൻ നമുക്ക് ഒരു ഞാൻ എന്നാ പോട്ടെ. ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. കാണാം. ഓക്കെ ഓക്കെ. ഞങ്ങളെ സനോ ഈ നേരത്തെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിന്ന് ഞങ്ങൾ പ്രതീക്ഷ നിങ്ങളുടെ സ്നേഹം നേരിട്ട് അറിയിച്ച് നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ട് വലിയ വലിയ വിജയങ്ങൾ നമ്മൾ വിശദമായിട്ട് കാണും. നീ ഇവിടെ വന്നല്ലോ, എനിക്കത് മതി. ഓക്കെ അല്ലേ? നമുക്ക് പൊളിക്കാന്നേ ഓരോന്നോരോന്നായിട്ട് പറയാനുണ്ട് കുറെ വിശേഷങ്ങൾ. അനീഷേട്ടൻ പോയെന്ന് പറഞ്ഞു, കാണാൻ പറ്റില്ലല്ലോ. കൂടെ ഫ്ലൈറ്റിലുണ്ടായിരുന്നു. അനുമോള് കപ്പടിച്ചതിന് എന്താ പറയാനുള്ളത്? മൊത്തത്തിൽ അനീഷ് കൊണ്ടുപോകുന്ന പ്രതീക്ഷിച്ചിരുന്നു എല്ലാരും. നമുക്ക് നോക്കാടാ, സമയമുണ്ടല്ലോ പറയാം. ഹാപ്പിയല്ലേ മൊത്തത്തില്? ഞാൻ 100% ക്ലോസ് ചെയ്തു. സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ലവ് യു ആൾ. സ്നേഹം മാത്രം. സന്തോഷം സന്തോഷം. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനെങ്ങനെ പലയിടത്തും ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്. ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ. എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജി ആണ് ഫ്യൂച്ചർ.